തിലകന്റെ മരണം പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് പത്രമാധ്യമങ്ങളെല്ലാം മുൻകൂട്ടി ഒരുക്കിവെച്ച് വായനക്കാർക്ക് ഗംഭീരമായി വിളമ്പാൻ കഴിഞ്ഞു. മരണശേഷം ലഭിച്ചതിന്റെ 20% അംഗീകാരം പോലും ജീവിച്ചിരുന്നപ്പോൾ ലഭിച്ചിരുന്നില്ല. അതൊരു പക്ഷേ സ്വഭാവ മഹിമ കൊണ്ടായിരിക്കാം. സ്വഭാവം ഇത്തിരി പരുക്കനായാലും അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നു മെച്ചം. ജീവിച്ചിരുന്നപ്പോൾ വീറും വാശിയും തന്റേടവും കാണിച്ച് ജാതി മത വിശ്വാസം ഇല്ലെന്നും ദൈവവിശ്വാസം ഇല്ലെന്നും പറഞ്ഞ തിലകന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വീട്ടുകാർ ശ്രമിച്ചില്ല. പകരം മത ആചാരപ്രകാരം ഭൗതിക ശരീരം അടക്കുകയും ചെയ്തു. എന്നാൽ മരണത്തിന് തൊട്ടുമുമ്പ് അഭിനയിച്ച് പൂർത്തിയാക്കിയ MG ശ്രീകുമാറിന്റെ അർദ്ധനാരിയിലെ നപുംസക കഥാപാത്രം ഒരു ചിരഞ്ജീവി കഥാപാത്രമാകാനാണ് സാധ്യത. അവശതകൾക്കിടയിലും കൈമോശം വരാത്ത അഭിനയമോഹം നിറഞ്ഞു നിന്നിരുന്നു. പടക്കളത്തിൽ മരിച്ചു വീഴുന്ന പോരാളിയെ പോലെ ആയുധം വെച്ച് തിലകൻ വിടവാങ്ങി. അർദ്ധനാരിയിൽ അഭിനയം അതിഗംഭീരം എന്നു പറയുമ്പോഴും തിലകന്റെ സ്വത്തായിരുന്ന ശബ്ദം കടം കൊണ്ടതായിപ്പോയി. തിലകന്റെ രൂപത്തിൽ മറ്റൊരാളുടെ ശബ്ദം പൊന്നിൽ നൂലിൽ വാഴനാര് കൂട്ടിക്കെട്ടിയിരിക്കുന്നത് പോലെ.